ഹലോ ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുറേ വീഡിയോകളൊക്കെ ഇട്ടപ്പോഴത്തേക്കും മഞ്ഞളുടെ കുറച്ച് പരിപാടിയും കൂടെയൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ഞൾ പുഴുങ്ങി ഉണക്കുന്നത്, നമ്മൾ മഞ്ഞൾ എടുക്കുന്നതിൻ്റെയും അത് വൃത്തിയാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് മഞ്ഞൾ കഴുകി ഉണക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ മഞ്ഞളെല്ലാം കഴുകി ഒരു കലത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കലം അത്രയും വലിയ കലം വേണ്ടാത്തതുകൊണ്ട് പിന്നെ ഒരു ചെറിയ കലത്തിലിട്ടാക്കി അത് ചൂടുവെള്ളം ഒഴിക്കുന്നതായിട്ട് ആദ്യം ആ കലമായിരുന്നു അടുപ്പിൽ വെച്ചിരുന്നത്. പിന്നെ നമ്മൾ തണുത്ത വെള്ളമാട്ടോ ഒഴിക്കേണ്ടത്. ഇപ്പോൾ ചൂടുവെള്ളം ഇരുന്നതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചെന്നേ ഉള്ളൂ. നന്നായിട്ട് ആവിയിലാട്ടോ നമ്മളിത് പുഴുങ്ങിയെടുക്കേണ്ടത്. നന്നായിട്ട് ആവി പുഴുങ്ങിയെടുക്കണം. അതിൻ്റെ പകുതിയോളം വെള്ളം വെക്കുന്നുണ്ട്. ഈ ആവി പോകാതിരിക്കാൻ വേണ്ടിയാണ് വാഴയില നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെന്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഞെങ്ങണം. അതായത് ഒന്ന് ഒന്ന് അമർത്തുമ്പോൾ അതായത് ഞെങ്ങണം, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ അത് മാത്രമല്ല, അതിങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു നൂല് പോലത്തെ ഒരു നൂല് വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ആ സമയമാകുമ്പോൾ നമ്മളിതെടുത്ത് മാറണം. ഒരുപാട് സമയമൊന്നും ഇട്ട് വേവിച്ച് അങ്ങനെയൊന്നും ആക്കണ്ട. പിന്നെ നമ്മൾ നന്നായിട്ട് വെയിലുള്ളൊരു ദിവസം തിരഞ്ഞെടുക്കുക. നമുക്ക് രാവിലെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വെയിൽ കിട്ടും കേട്ടോ. ഏകദേശം 3-4 ദിവസം നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇത്. ഞാനാണെങ്കിൽ ഒരു 7 ദിവസം, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു 7 ദിവസത്തെ വെയിലായിട്ട് ഇത് ഉണക്കിയെടുത്തത്. പിന്നെ ഈ പ്രാവശ്യമാണെങ്കിൽ തീരെ മഞ്ഞൾ കുറവേ ഉള്ളൂ. പക്ഷെ നമ്മൾ നന്നായിട്ട് ചെയ്യാനാണെങ്കിൽ നല്ല ഒരുപാട് നമുക്ക് കഷ്ടപ്പാടില്ലാത്തൊരു കൃഷി രീതി തന്നെ കേട്ടോ ഇത്. അപ്പം നമുക്ക് ടെറസിലൊക്കെ വേണമെങ്കിൽ മഞ്ഞൾ കൃഷി നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ നല്ലതായിട്ട് തൊലി കളയാൻ വേണ്ടി നമുക്ക് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കളയുമ്പോൾ തൊലി കളയാം. പിന്നെ നമ്മൾ നന്നായിട്ട് പാറ്റി കളഞ്ഞിട്ട് പൊടിപ്പിച്ചെടുത്താൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.